ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്ന ഡേറ്റകൾ അനുസരിച്ച് 265 സ്ഥിരീകരിച്ചിട്ടുള്ള മരണം. ആ മരണത്തിൽ ആണ് മലയാളിയായിട്ടുള്ള രഞ്ജിതയും ഉൾപ്പെടുന്നത്. രഞ്ജിതയുടെ വിയോഗത്തിൽ കടുത്ത വേദനയിലാണ് നാട്. രഞ്ജിതയുടെ സഹോദരൻ ആണ് DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലേക്ക് പോവുക. അവധി അപേക്ഷ നീട്ടി നൽകുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു രഞ്ജിത നാട്ടിൽ എത്തിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പുതുതായി നിർമ്മിച്ച വീടിൻ്റെ ഗൃഹപ്രവേശം അടുത്ത മാസം നടക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് രഞ്ജിത യാത്ര ചെയ്തത്. ജി ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിലേക്കാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് രഞ്ജിതയുടെ വീട്. ഇവിടെ അമ്മയും 2 മക്കളുമാണുള്ളത്. തൊട്ടിപ്പുറത്ത് നമ്മൾ കാണുന്നത് പണിതീരാത്ത വീടാണ്. ഏതാണ്ട് പണി പൂർത്തിയായി എന്ന് പറയാം. വൈകാതെ എത്തി ഈ പുരവാസ്തു ബലി, അതായത് വീട്ടിക്കൂടൽ ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടി കാത്തിരുന്ന ഒരു വീട് കൂടിയാണ്. അവിടേക്കാണ് ഈ ഒരു ദുരന്ത വാർത്ത ഇന്നലെ ഉച്ചയോടുകൂടി എത്തിയത് എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് തന്നെ വീടുണ്ട്, അവരുടെ കുടുംബ വീടുണ്ട്. അവിടെയാണ് ഈ 2 മക്കൾ, 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കൾ ഉൾപ്പെടെയുള്ളത്. ഇവരെല്ലാവരും ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ വേദനയോടുകൂടി ഇവിടെ ഒരു കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇനി എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. ഇളയ സഹോദരനാണ് ഇവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുക. ഇന്ന് ഉച്ചയ്ക്ക് മുന്നോടിയായി പോകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അവിടെ പോയി DNA പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ അല്പം താമസം, ഒരുപക്ഷെ നാളേക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ മൃതദേഹം എത്താനുള്ള ഏറ്റവും കുറഞ്ഞ സാധ്യത നമ്മൾ കാണുന്നത്. അതിലേക്കൊക്കെ ഒരു വ്യക്തത വരുന്നതേ ഉള്ളൂ. ഇന്നലെ തന്നെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ എത്തി ഈ വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇനിയുള്ളത് ഈ DNA പരിശോധന എന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. അതിനുശേഷം മാത്രമായിരിക്കും മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. എന്തായാലും ഏതാണ്ട് 1 മാസം മുൻപും രഞ്ജിത എത്തിയിരുന്നു. ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലിക്ക് കയറാൻ വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം ഒപ്പിട്ട് മടങ്ങുന്നു. അതിലൊരു പേപ്പർ വിട്ടുപോയി. അത് വീണ്ടും എത്തി ഒപ്പിട്ട് ഒരു ഒപ്പിന് വേണ്ടിയാണ് ഫലത്തിൽ രഞ്ജിത എത്തിയത്. അതാണ് ആ ഒരു യാത്രയാണ്. അതിൽ മടങ്ങി പോകുന്നു, വീണ്ടും ഈ നാട്ടിലേക്ക് എത്തുന്നു. ഈ കുട്ടികൾക്കൊപ്പം ജീവിക്കുക എന്നുള്ളതായിരുന്നു രഞ്ജിതയുടെ വലിയൊരു ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ നാട്ടിൽ സർക്കാർ ജോലി വാങ്ങുന്നു. ഇവിടെ തന്നെ സാധാരണ എല്ലാവരും ഇവിടെ നിന്ന് വിദേശത്തേക്കൊക്കെ പോകുന്നൊരു ശീലമാണുള്ളത്. ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വിദേശത്തേക്ക് പോകുന്നു, UK-യിലെത്തുന്നു. അവിടെ നിന്നൊക്കെ കുറച്ച് പണം സമ്പാദിച്ചിട്ടും പിന്നെ ഈ കുട്ടികൾക്കൊപ്പം നാട്ടിൽ തന്നെ കഴിയണം എന്ന ആഗ്രഹമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അതിനിടയിലാണ് ഈ വലിയൊരു വിധി അവരെ തേടി എത്തിയത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്തായാലും ഇനിയിപ്പോൾ സംസ്കാരം എപ്പോൾ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരുന്നുണ്ട്. നിലവിൽ ഈ വീട്ടിലേക്ക് ആളുകളൊക്കെ എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിലമ്പൂരിലെ പരിപാടികളൊക്കെ റദ്ദ് ചെയ്ത ശേഷം അവർ പത്തനംതിട്ടയിലേക്ക് തിരിച്ചിരുന്നു. ഇന്ന് അവർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖം നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ് ഈ വീട്ടിലും ഈ നാട്ടിലും എല്ലാം ഉള്ളത്.